CP രാധാകൃഷ്ണനെതിരെ സംഘപരിവാറിന് കടുത്ത വിരോധം ഉയർന്നിരിക്കുകയാണ്. അമിത്ഷായെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന രാജ്യസഭയിൽ നടത്തിയത് അദ്ദേഹത്തിന് ഗുണമല്ല, ദോഷമേ ചെയ്യൂ എന്ന് സൈബർ പോരാളികൾ സംഘപരിവാറിന്റെ സോഷ്യൽ പേജുകളിൽ എന്തുകൊണ്ടാണ് വിമർശനം വരുന്നത്? ലോയയുടെ ദുരനുഭവം ഉണ്ടാവാതിരുന്നാൽ മതിയെന്ന ഭീഷണിയും താക്കീതും ഏത് അടിസ്ഥാനത്തിലാണ്? ഗുജറാത്തിൽ അവിടെ സൊറാബുദ്ദീൻ ഷേഖ് വ്യാജ എൻകൗണ്ടർ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും അറിയുന്ന നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ അമിത്ഷാ. അമിത്ഷായെ ജയിലിൽ അടച്ചത് മുൻപ് ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്ന പി ചിദംബരമാണ്. ചിദംബരത്തെ ആഭ്യന്തരമന്ത്രിയായപ്പോൾ അമിത്ഷായും ഇതേ നാണയത്തിൽ തന്നെ പകപോക്കുകയാണ് ചെയ്തത്. എയർസെൽ മാക്സിസ് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ ചിദംബരത്തിനെ CBI ഉദ്യോഗസ്ഥർ നാടകീയമായി വളഞ്ഞ് പിടികൂടിയത്. നമുക്കറിയാം പാതിരാ നാടകമൊക്കെ. ഇവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യമാണ്, ജഗദീപ് ധൻഖറിനുണ്ടായ ദുരനുഭവം ഈ രാജ്യം മറന്നിട്ടൊന്നുമില്ല. നരേന്ദ്രമോദിക്ക് ഒരു കാലത്ത് ഏറ്റവും അഭിമതനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുൻ ബംഗാൾ ഗവർണർ കൂടിയായിരുന്ന മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ധൻഖറിന് എന്താണ് പറ്റിയത്? ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറിച്ച് ഒരു പരാമർശം രാജ്യസഭയിൽ വെച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കൊണ്ട് കൃത്യമായും അദ്ദേഹം നടത്തി. ആ ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ BJP നേതൃത്വത്തിന് ഒട്ടും രസിച്ചില്ല. അതിനുശേഷം സംഭവിച്ച പാതിരാ നാടകീയ നീക്കങ്ങൾ ഈ രാജ്യം ഞെട്ടലോടെയാണ് കണ്ടത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ആരോഗ്യ പ്രശ്നങ്ങളാൽ താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ജഗദീപ് ധൻഖർ ഇന്നേ വരെ ഒരു വാക്കും ഉരിയാടാത്തത് എന്തിന്റെ പേരിലാണ്? ജഗദീപ് ധൻഖർ ആരെയാണ് ഭയക്കുന്നത്? ഭയപ്പെടുത്താൻ മാത്രം BJP നേതൃത്വം അദ്ദേഹത്തിനോട് എന്ത് പരാമർശമായിരിക്കും പറഞ്ഞത്? ഇതുൾപ്പെടെ ഗോദി മീഡിയകൾ മറച്ചു വെച്ചു. ധൻഖർ അനാരോഗ്യനാണ്, അദ്ദേഹം അസുഖബാധിതനാണ്, അദ്ദേഹത്തിന് മാരക രോഗമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗോദി മീഡിയകൾ BJPയെ പരമാവധി മൂടിപ്പൊതിഞ്ഞ് ഗോപ്യമാക്കി ആ സംഗതികളൊന്നും പുറത്തു വരാതിരിക്കാൻ പരമാവധി അത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തും ഗോപ്യമാക്കി വെച്ചാലും അത് സാധാരണക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും രീതിയിൽ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി കണ്ടുപിടിക്കുമെന്ന് സംഘപരിവാറുകാർ മനസ്സിലാക്കിയില്ല. ധൻഖറിനെ ഭീഷണിപ്പെടുത്തിയവർ. ധൻഖർ ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ല. മമതാ ബാനർജിക്കെതിരെ പല രീതിയിൽ പോരാട്ടം നടത്താൻ ധൻഖർ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ധാർഷ്ട്യത്തെ ധിക്കാരത്തെ എതിർത്തിട്ടുണ്ട്. പക്ഷേ മമതയ്ക്ക് കൂടി ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ധൻഖർ ഒരു വാക്ക് മാത്രം പറഞ്ഞു, തനിക്ക് വേണമെങ്കിൽ തുടരാമായിരുന്നു, പക്ഷേ താൻ ചില പരാമർശങ്ങൾ പറഞ്ഞത് ചിലരെ വേദനിപ്പിച്ചു. അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത്. ഇവിടെയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേ രീതിയിലുള്ള സംഗതിയാണ്. CP രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്.